10th ഫിലിംസിന്റെ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് നമ്മുടെ 10th ഫിലിംസിന്റെ എക്സാമിന്റെ സമയം വളരെ കുറവാണ്, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ റിവിഷന് വേണ്ടിയിട്ട് റാപ്പിഡ് ഫയർ സെക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ബയോളജി എല്ലാവരും പാടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസ് എന്താ ഒന്ന് ഡിസ്കസ് ചെയ്ത സെറ്റാ. അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ടുള്ള, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ 100 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ, അതായത് ബയോളജിയുടെ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് നമ്മളിവിടെ ഈ 100 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണ്, ഏത് ഭാഗത്തു നിന്നാണ് ബയോളജി നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്. അപ്പൊ അത് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ സയൻസിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിന്ന് ഏതെങ്കിലും ടോപ്പിക്കിന്റെ ഡീറ്റെയിൽ ആയിട്ട് SCRT വേണമെങ്കിൽ അത് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഇത് റാപ്പിഡ് ഫയർ സെക്ഷൻ ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല. നമ്മൾ റാപ്പിഡ് ഫയർ സെക്ഷൻ, അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ മിസ് ഭയങ്കര സ്പീഡിൽ പറഞ്ഞു, മിസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്നുള്ള കമന്റ്സ് എന്താ വെറുതെ നിങ്ങൾ ഇടണ്ട. കാരണം എന്താണ്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റാപ്പിഡ് ഫയർ സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഹൃദയമിടിപ്പ്, ശ്വസനം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്കറ്റയാണ്. മെഡുല ഒബ്ലോങ്കറ്റയാണ്. അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം മെഡുല ഒബ്ലോങ്കറ്റയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഹൃദയവും ശ്വസനവും. അപ്പൊ അത് നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ജീവന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് മെഡുല ഒബ്ലോങ്കറ്റയാണ്. ഓക്കെ, അതുപോലെ തന്നെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. വലിയ ഭാഗം ഏതാണ്? വലിയ ഭാഗം സെറിബ്രമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബ്രല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ശരീരത്തിന്റെ തുലനാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലമാണ്. അതുപോലെ തന്നെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അതും എന്താണ്? സെറിബെല്ലമാണ്. ഓക്കെ അല്ലെ. തലാമസ്, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് മനുഷ്യ ശരീരത്തിലെ യൂറിയ നിർമ്മാണം നടക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? എല്ലാരും വിചാരിക്കും വൃക്കയാണെന്ന്, പക്ഷെ അല്ല. കരളിൽ വെച്ചാണ്. ഓക്കെ, കരളിൽ വെച്ച്, അതായത് അമിനോ ആസിഡിനെ യൂറിയ ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. ആ പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓർത്തിയൻസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പം പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇത് ഈ ഫിൽട്ടർ ചെയ്യുന്നത് വൃക്കയാണ്. പക്ഷെ യൂറിയ ആക്കി മാറ്റുന്നത് ഓർണിത്തൈൻ സൈക്കിൾ എന്ന് പറയുന്ന ഓർണിത്തൈൻ ചക്രം എന്ന് മലയാളത്തിൽ പറഞ്ഞു. ഓർണിത്തൈൻ സൈക്കിൾ, ആ പ്രക്രിയക്ക് പറയുന്ന പേര്. അമിനോ ആസിഡിനെ യൂറിയ ആക്കി മാറ്റുന്നത് ആരാണ്? എവിടെ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ. വൃക്ക ഫിൽട്ടർ ആണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ലസിക അവയവം, ലിംഫോയിഡ് ഓർഗൻ ഏതാണ്? ലസിക അവയവം എന്ന് പറയുന്നത് പ്ലീഹ എന്ന് കേട്ടിട്ടുണ്ട്. സ്പ്ലീൻ ആണ്. സ്പ്ലീൻ, അതായത് അരുണ രക്താണുക്കളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അരുണ രക്താണുക്കളുടെ ശ്മശാനം, അത് ഗ്രേവിയാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലീഹയാണ്. അതാണ് നമ്മുടെ ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ലസിക അവയവം, ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് പ്ലീഹയാണ്. അടുത്ത ചോദ്യം, രക്തക്കുഴലുകൾക്കുള്ളിൽ വെച്ച് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന പ്രകൃതിദത്ത ആന്റി കൊയാഗുലന്റ് ഏതാണ്? ഓക്കെ, ഹെപ്പാരിൻ ആണ്. ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കരളിലാണ് കേട്ടോ. കരളിൽ ഉത്പാദിപ്പിക്കുന്ന ഹെപ്പാരിനാണ് എന്ത് ചെയ്യുന്നത്? രക്തക്കുഴലിൽ വെച്ച് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത്. എന്നാൽ കട്ട പിടിക്കുന്നത് തടയുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാന്ന് ചോദിക്കാറുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻ ഏതാന്ന് ചോദിച്ചാൽ അത് ഫൈബ്രിനോജനും അതുപോലെ തന്നെ പ്രോത്രോംബിനും കേട്ടോ. ഫൈബ്രിനോജനും പ്രോത്രോംബിനുമാണ്. ഓക്കെ, ഫൈബ്രിനോജനും പ്രോത്രോംബിനുമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എന്തെന്ന് പറയുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ രക്തക്കുഴലുകളിൽ കട്ട പിടിക്കുന്നത് തടയുന്നത് ഹെപ്പാരിന്, രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന് ഫൈബ്രിനോജനും പ്രോത്രോംബിനും. മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു ദ്രാവക ഫ്ലൂയിഡ് ടിഷ്യൂ ഏതാണ്? നമ്മുടെ രക്തമാണ്. അത് ആർക്കും ഡൗട്ട് ഒന്നുമില്ല അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു ദ്രാവക കല ഏതാണ്? രക്തമാണ്. കണ്ണിന്റെ ഉപരിതലത്തിൽ കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഗ്രന്ഥി ഏതാണ്?
ലാക്രിമൽ ഗ്രന്ഥിയാണ് കേട്ടോ. ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണിന്റെ ഉപരിതലത്തിൽ കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ലാക്രിമൽ ഗ്രന്ഥിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് ലൈസോസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണീരിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുക, കണ്ണ് ക്ലീൻ ആക്കാൻ സഹായിക്കുന്നത് ലൈസോസം. നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാൻ ലൈസോൾ ഉപയോഗിക്കത്തില്ല, ലൈസോൾ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ബാക്ടീരിയകളൊക്കെ നശിപ്പിച്ച് വൃത്തിയാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏതാണ്? ലൈസോസമാണ്, ലൈസോസം. ഓക്കെ, അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? ഏറ്റവും നീളം കൂടിയ കോശം എന്ന് പറയുന്നത് നാഡീകോശമാണ് കേട്ടോ. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശമാണ്. ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. അണ്ഡം ഏറ്റവും വലിയ കോശം. നമ്മൾ അണ്ടാവിൽ അണ്ടാവെന്ന് പറഞ്ഞത് എന്തോ വലുതെന്നല്ലേ. അപ്പം ഏറ്റവും വലിയ കോശം അണ്ഡം, ഏറ്റവും ചെറിയ കോശം പുരുഷ ബീജം അല്ലെങ്കിൽ സ്പേം എന്ന് പറയും. അപ്പൊ നീളമുള്ളത് നാഡീകോശം, വലുത് അണ്ഡം, ചെറുത് സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജം. അടുത്ത ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്നതും ശരീരത്തിൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ഒരു ഹോർമോണായി പ്രവർത്തിക്കുന്നതുമായ ജീവകം ഏതാണ്? നമ്മുടെ ജീവകം ഡി ആണ്. ഓക്കെ, ഡി, ജീവകം ഡി. ഫാറ്റ് സോലിബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഫാറ്റ് സോലിബിൾ ആയിട്ടുള്ളത് കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയായിരുന്നു? അടക്കായിരുന്നു. അടക്കയ്ക്ക് കൊഴുപ്പുണ്ടെന്ന് നമ്മൾ പറയത്തില്ല, അടക്കയ്ക്ക് കൊഴുപ്പുണ്ട്. അതുപോലെ വാട്ടർ സോലിബിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? ബി, സി ആണ്. ബിയും സിയും ആണ് വാട്ടർ സോലിബിൾ. അടക്ക ഫാറ്റ് സോലിബിൾ ആണ്. ഇത് സൺഷൈൻ എന്നറിയപ്പെടുന്നത്, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. ഇനി ഇതിന്റെയൊക്കെ രാസനാമം എന്തുവായിരുന്നു? എയുടെ രാസനാമം എന്തുവായിരുന്നു? എയുടെ രാസനാമം റെറ്റിനോൾ ആയിരുന്നു. സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് ആണ്. ഡിയുടേത് കാൽസിഫെറോൾ ആണ്. ഇയുടേത് ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ. ഓക്കെ, എ റെറ്റിനോള്, സി അസ്കോർബിക് ആസിഡ്. ഓക്കെ, അടുത്തത്, ആഹാരം പാകം ചെയ്യുമ്പോൾ ചൂടാക്കുന്നതിലൂടെ അതീവ വേഗതയിൽ നശിച്ചു പോകുന്ന ജീവകം ഏതാണ്? ചൂടാകുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്ന് പറയുന്നത് ജീവകം സി ആണ്. ജീവകം സിയുടെ രാസനാമം എന്തായിരുന്നു? അസ്കോർബിക് ആസിഡ് ആയിരുന്നു അല്ലെ. പിന്നെന്താ നമ്മൾ പറഞ്ഞ ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി ആണ്. ഓക്കെ, സ്കർവി. അടുത്ത ചോദ്യം നോക്കാം. മദ്യപാനികളിൽ വൻതോതിൽ കുറവ് കാണപ്പെടുന്നതും ബെറിബെറി രോഗത്തിന് കാരണമാകുന്നതുമായ ജീവകം ഏതാണ്? തയാമിനാണ്. B1 എന്നറിയപ്പെടുന്നത് തയാമിനാണ്. അതായത് തവിടിൽ അടങ്ങിയിട്ടുള്ള, നമ്മുടെ ചോറിലെ തവിടുണ്ടല്ലോ, തവിടിൽ അടങ്ങിയിട്ടുള്ള ജീവകമാണ് തയാമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോളിഷ് ചെയ്ത അരിയിൽ നിന്ന് നഷ്ടമാകുന്ന ജീവകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പോളിഷ് ചെയ്ത അരി എന്ന് പറഞ്ഞാൽ തവിട് കളഞ്ഞ അരി. അപ്പൊ തവിട് കളഞ്ഞിട്ടുള്ള അരി, അതായത് പോളിഷ്ഡ് അരിയിൽ നഷ്ടമായിട്ടുള്ള വിറ്റാമിൻ B1 ആണ്, തയാമിനാണ്. ഓക്കെ, അപ്പൊ അത് ഓർക്കുക. മദ്യപാനികളിൽ കുറവ് കാണപ്പെടുന്നത് തയാമിനാണ്. തവിടിൽ അടങ്ങിയിട്ടുള്ളത് തയാമിനാണ്. പോളിഷ്ഡ് ഇതുള്ള അരിയിൽ ഇല്ലാത്തതും തയാമിനാണ്. റൈബോഫ്ലോവിൻ എന്ന് പറഞ്ഞ ഏതാണ്? വിറ്റാമിൻ B2 ആണ്. B2. 2 സൈഡ് നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ 2 സൈഡ് റിബൺ ഇടത്തില്ലേ? 2 സൈഡ് റിബൺ റൈബോൺ എന്ന് ഓർക്കുക. റിബൺ റൈബോ. അപ്പൊ 2 സൈഡ് റിബൺ ഇടുക. 2 സൈഡ് റിബൺ. B2 റൈബോഫ്ലോവിൻ. നിയാസിൻ എന്ന് പറഞ്ഞാൽ B3 ആണ്. നമ്മൾ നിയാസിൻ എന്ന് പറഞ്ഞത്, അതായത് നിയാസിന്റെ N എഴുതുമ്പോഴത്തേക്കിന് 3 വരെ വരുന്നുണ്ട് അല്ലെ. N 3 വരെ വരുന്നുണ്ട്. അപ്പം എന്താണ്? B3 നിയാസിൻ. B9 ആണ് ഫോളിക് ആസിഡ്. അത് ഡൗട്ട് ഒന്നും ഇല്ല. എന്താ? 9 മാസം നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ 9 മാസം കഴിക്കുന്ന ഗുളിക ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ B9 എന്താണ്? ഫോളിക് ആസിഡ്. ഓക്കെ, അപ്പൊ B1 തയാമിൻ, B2 2 സൈഡ് റിബൺ ഇടുന്നു റൈബോഫ്ലേവിൻ, B3 നിയാസിൻ ആൻഡ് B9 എന്താണ്? ഫോളിക് ആസിഡ്. അടുത്ത ചോദ്യം, രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയായ ബ്ലഡ് ക്ലോട്ടിംഗ് സുഗമമാക്കാൻ സഹായിക്കുന്ന സുപ്രധാന ജീവകം ഏതാണ്? ഓക്കെ, വിറ്റാമിൻ കെ ആണ്. കെ ഫോർ ക്ലോട്ടിംഗ് അല്ല, ക്ലോട്ടിങ്ങിന് സി ആ വരുന്നത്. എന്നാലും ഞാൻ പറയും, ക്ലോട്ടിങ്ങിന് ആദ്യത്തെ അക്ഷരം സി അല്ലേ. കെ ഫോർ ക്ലോട്ടിംഗ് എന്ന് അങ്ങ് ഓർക്കുക. കെ ഫോർ ക്ലോട്ടിംഗ്. അപ്പൊ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത് ഏതാണ്? വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ. വിറ്റാമിൻ ഇ എന്താ? ഇയുടെ രാസനാമം എന്തായിരുന്നു? ടോക്കോഫെറോൾ ആയിരുന്നു. ടോക്കോഫെറോൾ, അതായത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് വന്ധ്യതയാണ് കേട്ടോ. വന്ധ്യത. ഓക്കെ, അതുപോലെ തന്നെ ഫിലോക്യുനോൺ. വിറ്റാമിൻ കെയുടെ രാസനാമമാണ് ഫിലോക്യുനോൺ എന്ന് പറയുന്നത്. Q ഫോർ ക്യൂൻ എന്ന് ഓർത്താൽ മതി. K ഫോർ ക്യൂൻ. ക്യൂനോൺ. അപ്പൊ ഫിലോക്യുനോൺ. വിറ്റാമിൻ ഡി
വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്തായിരുന്നു? റിക്കറ്റ്സ് ആയിരുന്നു കേട്ടോ. റിക്കറ്റ്സ് ആണ്. വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണ്. അയ്യോ പോയി, എല്ലാം പോയി. ജീവകം ആൻസർ എന്തുവായിരുന്നു? ജീവകം കെ. ഓക്കെ, ജീവകം കെ ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടി വിറ്റാമിൻ. ഒന്നുകൂടെ എഴുതാവേ, ബ്യൂട്ടി വിറ്റാമിന്. ഓക്കെ, ഡി എന്ന് എ എന്ന് പറയുന്നത് റെറ്റിനോള്, കാൽസിഫെറോള്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇനി 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 ഇത് റിപ്പീറ്റ് വരുമ്പോ ഞാൻ പറഞ്ഞു പോകത്തതേ ഉള്ളൂ, എഴുതത്തില്ല കേട്ടോ. റിക്കറ്റ്സ്. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം, പ്രകൃതിദത്ത ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്നതും വന്ധ്യത തടയുന്നതുമായിട്ടുള്ള ജീവകം. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, എന്താണ്? ഈ ആണ്. ഈയുടെ രാസനാമം കൂടെ പഠിച്ചു വെച്ചേക്കുന്ന ടോക്കോഫോറിൽ. ഇട്ടോ, ഇങ്ങോട്ട് ബോൾ ഇട്ടോ, ഇട്ടോ എന്ന് പറയത്തില്ല, ഈ ഇട്ടോ ടോക്കോഫോറ. ഫിലോക്യുനോൺ എന്താണ്? കെ ഫോർ ക്യൂൻ, ഫിലോക്യുനോൺ. കെയുടെ ആണ് ഫിലോക്യുനോൺ. ഓക്കെ, കാൽസിഫെറോൾ ഡിയുടെ ആണ്. പിന്നെ റെറ്റിനോള് എയുടെ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, കൃഷ്ണമണി ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന, ഓക്കെ, ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന സിറോഫ്താൽമിയ രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓക്കെ, വിറ്റാമിൻ എ ആണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ കണ്ണിന് വരുന്ന രോഗമെല്ലാം എന്താണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഉണ്ടാകുന്ന, ഇപ്പൊ അല്ല, കുറെ നാളുകൾക്ക് വർഷങ്ങളായിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സ് വരെ വിറ്റാമിൻ എ കൊടുക്കും കണ്ണിന്റെ ആരോഗ്യത്തിന്. കാരണം വളർന്നു വരുന്ന കുട്ടികളിൽ കണ്ണാടി വെക്കുന്ന അളവ് കൂടുക, അല്ലെ? കണ്ണിന് കാഴ്ചക്കുറവ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റാമിൻ എ കൊടുക്കുന്നുണ്ട്. അത് കണ്ണിന്റെ ആരോഗ്യത്തിന്. അപ്പൊ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് എ എന്ന് പറയുന്നത്. അപ്പൊ സിറോഫ്താൽമിയ അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ഒക്കെ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ചർമ്മം വരണ്ടു പോകുന്ന പെലഗ്ര രോഗത്തിന് കാരണമാകുന്ന ബി ഗ്രൂപ്പിലെ ഘടകം ഏതാണ്? ഓക്കെ, പെലഗ്ര രോഗത്തിന് കാരണമാകുന്നത് നിയാസിൻ, B3. ഓക്കെ, നിയാസിന്റെ കുറവ് മൂലമാണ്. B3 നമ്മൾ പറഞ്ഞില്ല, എന്നിന് 3 വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ B3 ആണ് നമ്മൾ നിയാസിൻ എന്ന് പറയുന്നത്. നിയാസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെലഗ്രയാണ്. പെലഗ്ര. ഓക്കെ ആണോ? സെറ്റ് ആണോ? ബയോട്ടിൻ എന്ന് പറയുന്നത് B7ന്റെ രാസനാമമാണ് ബയോട്ടിൻ. പിരിഡോക്സിൻ എന്ന് പറയുന്നത് B6. 6 പിരി എന്ന് ഓർത്താൽ മതി. 6 പിരി. 6 പിരിഡോക്സിൻ. 6 പിരി. B6 പിരിഡോക്സിൻ. സയനോകൊബാലമിൻ എന്ന് പറയുന്നത് B12ന്റെ ആണ്. B12 കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള, ലോഹം അടങ്ങിയിട്ടുള്ള ഒരേ ഒരു മൂലകം ഏതാണ്? B12 ആണ് സയനോകൊബാലമിൻ. ഓക്കെ, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ സ്ട്രക്ചറിൽ വലിപ്പം കൂടുതലുള്ളത് ഏത് വിറ്റാമിൻ ആണ്? അത് ഈ B12 സൈനോകൊബാൽമിൻ. കാരണം കൊബാൾട്ടിന്റെ സ്ട്രക്ചർ കൂടെ അതിന്റെ കേന്ദ്രത്തിൽ വരുന്നത് കൊണ്ട് അതിന്റെ സ്ട്രക്ചർ വലുതായിരിക്കും കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, മാരകമായ എലിപ്പനി രോഗത്തിന് കാരണമാകുന്ന ശരിയായ രോഗകാരി ഏതാണ്? ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് എലിപ്പനി അറിയപ്പെടുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം എന്ത്? എലിപ്പനി രോഗത്തിന് കാരണമാകുന്ന രോഗകാരി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ്. എന്താണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. വിബ്രിയോ കോളറ, പേര് തന്നെ ഉണ്ട്, കോളറ വരുത്തുന്ന രോഗകാരിയാണ് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. മലേറിയ വരുത്തുന്ന രോഗകാരിയാണ് എന്ത്? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. മലേറിയ വരുത്തുന്നത് പ്ലാസ്മോഡിയം. ഇൻഫ്ലുവൻസ വരുത്തുന്നത് ഇൻഫ്ലുവൻസ വൈറസ്. കോളറ വരുത്തുന്നത് വിബ്രിയോ കോളറ. ഓക്കെ, സെറ്റാണോ? അടുത്ത ചോദ്യം, സാധാരണമായി ഹാൻസൻസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ്? കുഷ്ഠമാണ് കേട്ടോ. കുഷ്ഠം. എന്ത് ഈ ഹാൻസൻസ് രോഗം എന്ന് പറയാൻ കാര്യം, നമ്മൾ ഈ കുഷ്ഠം വരുന്നവരുടെ എന്താ വികൃതമായി പോകത്തില്ലേ? കുഷ്ഠരോഗികളുടെ മുഖവും ശരീരമൊക്കെ വികൃതമായി പോകും അല്ലെ? അപ്പം നമ്മള് ഹാൻസ് എന്ന് പറയത്തില്ല. ഹാൻസ് എന്ന് പറഞ്ഞാൽ എന്താ നല്ല ബ്യൂട്ടി അല്ലെ? ആണുങ്ങളെ നമ്മൾ എന്താ സുന്ദരന്മാരെയൊക്കെ പറയത്തില്ല, ഹാൻസം ആണെന്ന് പറയത്തില്ലേ? അപ്പൊ കുഷ്ഠം എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഹാൻസം അങ്ങ് നഷ്ടപ്പെടും അല്ലെ? അപ്പൊ ഹാൻസൻസ് ഡിസീസ് ശരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആ സയന്റിസ്റ്റിന്റെ പേരിൽ, ഈ രോഗാണുവിനെ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ഈ ഹാൻസൻസ് ഡിസീസ് എന്നതിന് വന്നത്. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്താ? കുഷ്ഠം വന്നാൽ ആ ഹാൻസം അങ്ങ് നഷ്ടപ്പെടും അല്ലെ? അപ്പൊ ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കുഷ്ഠമാണ്. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കുഷ്ഠമാണ്. മലേറിയ പരത്തുന്ന ആരായിരുന്നു? പ്ലാസ്മോഡിയം ആയിരുന്നു. കോളറ പരത്തുന്നത് വിബ്രിയോ കോളറ. പ്ലാസ്മോഡിയം, വിബ്രിയോ കോളറ. സെറ്റ് ആണോ? ഓക്കെ ആണോ? അടുത്ത ചോദ്യം, എയ്ഡ്സ് രോഗനിർണയത്തിനായി പ്രാഥമികമായി നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഏതാണ്? ഓക്കെ, എയ്ഡ്സ്
രോഗനിർണയത്തിനായിട്ട് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് നടത്താറുണ്ട്. അതിലെ പ്രാഥമിക ടെസ്റ്റ് എന്ന് പറയുന്നത് എലിസ ടെസ്റ്റ് ആണ്. ഈ എലിസ ടെസ്റ്റ് പോസിറ്റീവ് ആയാലും നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബോൾട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പ്രൈമറി ടെസ്റ്റ് എന്ന രീതിയിൽ എയ്ഡ്സിന്റെ ഒരു ഡൗട്ട് തോന്നിയാൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് ആണ് എലിസ ടെസ്റ്റ്. എലിസ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ എന്താണ് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? വെസ്റ്റേൺ ബോൾട്ട് ടെസ്റ്റ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. ടൈഫോയിഡ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് അതീവ കൃത്യതയോടെ കണ്ടെത്താൻ നടത്തുന്ന ലാബ് പരിശോധന ഏതാണ്? ഏതാണെന്നറിയാം. ടൈഫോയിഡ്. നമ്മൾ ടൈ ഒക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ടൈ ഒക്കെ ഇങ്ങനെ വൈ പോലല്ലേ ഇരിക്കുന്നത്? ടൈ നമ്മൾ ടൈ കെട്ടുന്നത് വൈ പോലല്ലേ? അപ്പൊ വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിന്റെ ടൈ അങ്ങനെ ഓർത്താൽ മതി. ടൈഫോയിഡിന് നമ്മൾ ടൈ കെട്ടുന്നത് വൈ പോലെ. അപ്പൊ ടൈഫോയിഡ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? വൈഡൽ ടെസ്റ്റ്. അടുത്ത ചോദ്യം, പെൺ അനോഫിലസ് കൊതുകുകൾ വഴി പകരുന്ന മലേറിയ രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയമാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ പാമ്പിനെ പിടിക്കാൻ ചില പെണ്ണുങ്ങളൊക്കെ പോയിട്ടില്ലേ? ബീസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെ എന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പെണ്ണുങ്ങൾ പാമ്പിനെ പിടിക്കാൻ പോകും. പോകുമ്പോൾ കണ്ടിട്ടുണ്ട് കറുത്ത ഒരു പാമ്പിനെ കറുത്ത എന്താ ഹോളിലോട്ടാ കയറ്റുന്നത് അല്ലെ? അതൊരു പ്ലാസ്റ്റിക് കവറാണെന്ന് വിചാരിക്കുക. കറുത്ത പ്ലാസ്റ്റിക് കവർ കയറുന്നു. അപ്പൊ പെണ്ണുങ്ങൾ അത് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യുക. പെണ്ണുങ്ങള് പാമ്പിനെ പിടിക്കാൻ പോകുന്നു. മലമ്പാമ്പിനെ പിടിക്കാൻ പ്ലാസ്റ്റിക് കവർ കയറ്റുന്നു. ഓക്കെ, അപ്പൊ പെണ്ണുങ്ങൾ എന്നുള്ളത് അനോഫിലസ് കൊതുക്. ഓക്കെ, മലമ്പാമ്പ് എന്നുള്ളത് മലേറിയ, പ്ലാസ്റ്റിക് കവർ എന്നുള്ളത് പ്ലാസ്മോഡിയം. അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്, അറിയാവുന്നവരെല്ലാം അയച്ചു കളഞ്ഞേരും. ഓക്കെ, പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു പെണ്ണ് മലമ്പാമ്പിനെ പിടിച്ച് പ്ലാസ്റ്റിക് കവറിലോട്ട് കയറ്റുന്നു. പ്ലാസ്റ്റിക് കവർ അല്ല, ഒരു കറുത്ത സാധനം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയാം. ഓക്കെ, അപ്പൊ അനോഫിലസ് കൊതുക്, മലേറിയ, പ്ലാസ്മോഡിയം. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വായുവിലൂടെ പകരുന്നതും ശ്വാസകോശത്തെ അതീവ ഗുരുതരമായി ബാധിക്കുന്നതുമായിട്ടുള്ള കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന ഏതാണ്? സാർസ് ആണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് എന്താണ്? സാർസ് ആണ്. ഈ സാർസിന്റെ ഫുൾ ഫോം തന്നെ എന്താണ്? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. റെസ്പിറേറ്ററി സിൻഡ്രം എന്ന് കേട്ടാലേ എന്താണ്? അത് ശ്വാസകോശത്തെ ബാധിക്കുന്നത് അല്ലെ? റെസ്പിറേറ്ററി സിൻഡ്രം എന്ന് കേട്ടാൽ തന്നെ അറിയാം എന്താണ്? അത് ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. സെറ്റ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ എബോള എന്താണ്? ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എബോള എന്ന് പറയുന്നത്. പ്ലേഗ് എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കന്നുകാലികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതും ബയോവാർഫെയർ ഉപയോഗിക്കാൻ സാധ്യതയുള്ളതുമായ ബാക്ടീരിയൽ രോഗം ഏതാണ്? ഇത് കണ്ടാലേ അറിയാം. നമ്മൾ ആന്ത്രാക്സ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? കന്നുകാലികളിൽ ഉണ്ടാകുന്ന രോഗം ആന്ത്രാക്സ് എന്ന്. അപ്പം കന്നുകാലികളിൽ നിന്നും നമ്മളിലേക്ക് പകരുന്നതും അതുപോലെ ബയോവാർഫെയർ ഉപയോഗിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള രോഗം ഏതാണ്? ആന്ത്രാക്സ് ആണ്. ആന്ത്രാക്സ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ കുട്ടികളിലെ ജന്മനാ ഉള്ള വൈകല്യങ്ങളും രോഗങ്ങളും നേരത്തെ കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന പദ്ധതി ഏതാണ്? ഓക്കെ, കുട്ടികളിലെ ജന്മനാ ഉള്ള വൈകല്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശലഭം പദ്ധതി. ഓക്കെ, ശലഭത്തിനെ കണ്ടിട്ടില്ല? എങ്ങനെയാണ്? ഒരു വൈകല്യം ഇല്ലാതെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. അപ്പൊ കുട്ടികൾ അങ്ങനെ അങ്ങ് ഓർക്കുക, എന്താ? ശലഭം പോലെ പാറി പറയുന്ന നടക്കണമെങ്കിൽ വൈകല്യം ഇല്ലാതായിരിക്കണം അല്ലെ? അപ്പൊ വൈകല്യം ഇല്ലാതെ ആകാൻ വേണ്ടിയിട്ട് എന്താ? നേരത്തെ ആ വൈകല്യം കണ്ടെത്തി ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ശലഭം പദ്ധതി. ഓക്കെ, അപ്പൊ ശലഭം പോലെ പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് ശലഭം പദ്ധതി കൊണ്ടുവന്നു. വൈകല്യം ഇല്ലാതെ ശലഭം പോലെ പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് ശലഭം പദ്ധതി. ഓക്കെ ആണല്ലോ? അടുത്തത്, കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കാനും അത്യാധുനിക സൗകര്യങ്ങളിലേക്ക് മാറ്റാനുമായി നടപ്പിലാക്കിയ മിഷൻ ഏതാണ്? മിഷന്റെ പേരാണ് ആർദ്രം മിഷൻ എന്ന് പറയും. എന്താണ് ആർദ്രം മിഷൻ? എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള മിഷനാണ് എന്തെന്ന് പറയുന്നത്? ആർദ്രം മിഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്റർ PHCയെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള മിഷൻ നമ്മൾ പറഞ്ഞ പേരെന്താണ്? ആർദ്രം മിഷൻ ആണ്. ഓക്കെ, അടുത്തത്, ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് അതീവ സൗജന്യമായി ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്?
പദ്ധതിയുടെ പേരാണ് താലോലം പദ്ധതി. താലോലം പദ്ധതി അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ, അതുപോലെ ഹൃദയരോഗങ്ങൾ, ഇങ്ങനെ മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ നടപ്പാക്കുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ളത് കുട്ടികളെന്ന് നമ്മൾ പറയുന്നത്. 18 വയസ്സാകുമ്പോഴത്തേനും മുതിർന്നവർ. അപ്പൊ 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ താലോലിക്കണം എന്ന് പറഞ്ഞാൽ താലോലിക്കണം. 18 വയസ്സിൽ താഴെയുള്ളവരെ താലോലിക്കണം. അപ്പം 18 വയസ്സിൽ താഴെയുള്ളവർക്ക് എന്താ മാരകമായ രോഗങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് താലനം എന്ന് പറയുന്നത്. മുതിർന്നവർക്കുള്ള ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുഹൃതം എന്ന് പറയുന്നത്. മുതിർന്നവരിലുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി നമ്മൾ എന്തെന്ന് പറയുന്നത് സുഹൃതം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ. സ്കൂൾ കുട്ടികളിലെ വിളർച്ച പൂർണ്ണമായും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് കേരള ആരോഗ്യ വകുപ്പ് തുടങ്ങിയ സുപ്രധാന പദ്ധതി ഏതാണ്? വിളർച്ച തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് വിവ കേരളം. ഇതിൽ വിവേക പദ്ധതിയോടെ തെറ്റിപ്പോവല്. വിളർച്ച തടയാൻ വിവ. വിളർച്ച തടയാൻ വിവ അതായത് എന്താ സ്കൂൾ കുട്ടികളിലെ എന്താ ഹീമോഗ്ലോബിന്റെ അളവ് HB ചെക്ക് ചെയ്യുകയും അയൺ കുറവുള്ളവർക്ക് അയൺ ടാബ്ലറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ വിവ കേരളം എന്ന് പറയുന്നത്. വിവ കേരളം. ഓക്കെ. അടുത്ത ചോദ്യം, ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സൗജന്യ ചികിത്സയും യാത്രാ സൗകര്യവും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഓക്കെ. കേരള സർക്കാരിന്റെ അതായത് പ്രസവശേഷം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്ക് പോവാൻ സൗകര്യം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മാതൃയാനം എന്ന് പറയുന്നത്. മാതൃയാനം അല്ലെങ്കിൽ ജനനി സുരക്ഷാ യോജന അല്ലെങ്കിൽ മാതൃയാനം എന്ന് പറയുന്നത്. നിർഭയ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. നിർഭയ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, വൈകല്യമുള്ള കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ കേരള സാമൂഹ്യനിധി വകുപ്പ് നടപ്പിലാക്കിയ മാതൃകാ പദ്ധതി ഏതാണ്? അനുയാത്രയാണ് കേട്ടോ. അനുയാത്ര. വൈകല്യമുള്ള കുട്ടികളെ അനുയാത്ര ചെയ്യുക. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദിവാസി മേഖലകളിൽ ഗർഭിണികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ജനനി പദ്ധതിയാണ് കേട്ടോ. അതായത് ശിശുമരണ നിരക്ക് കുറേ. അപ്പൊ അവിടെ എന്താ ആദിവാസി മേഖലകളില് ഗർഭിണികൾക്ക് പോഷകാഹാരം ലഭിക്കാത്തത് കാരണം ശിശുമരണ നിരക്ക് കൂടുന്നു. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദിവാസി മേഖലയിലുള്ള ഗർഭിണികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ജനനി പദ്ധതി. ഓക്കെ, ജനനി അമ്മ, അങ്ങനെ ജനനി പദ്ധതി. തെറ്റല്ലേ? അടുത്തത്, കേരളത്തിലെ ഔദ്യോഗിക സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചിട്ടുള്ള വിള ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ. ചക്കയാണ്. ഏത് വർഷം? 2018 ചക്ക ഔദ്യോഗിക സംസ്ഥാന ഫലമായിട്ട് പ്രഖ്യാപിച്ചത്. 2018. അപ്പൊ കേരളത്തിലെ ഔദ്യോഗിക സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചിട്ടുള്ള വിള ഏതാണ്? ചക്കയാണ്. ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല, ഓപ്ഷൻസ് എല്ലാം പറഞ്ഞു പോവുകയാണെങ്കിൽ ഒത്തിരിയും ഇതെടുക്കും. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. പെട്ടെന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോവാണ്. ഇനി ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരം ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണം CTCRI സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ തെങ്ങിനങ്ങളിൽ ഉയരം കൂടിയതും കുറഞ്ഞതുമായ ഇനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അതീവ പ്രശസ്തമായ സങ്കര ഇനം ഏതാണ്? TD ആണ് കേട്ടോ. TD അതായത് ഉയർന്ന തെങ്ങിനത്തിനെയും ചെറിയ ഉയരം കുറഞ്ഞ തെങ്ങിനത്തിനെയും കൂടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ പകുതി മലയാളം എന്തായിരുന്നു? കൃത്രിമ പരാഗണം വഴി ക്രോസ് ചെയ്തിട്ട് പുതിയ ഇനം തെങ്ങിനെ ഉണ്ടാക്കുന്ന ഒരു സങ്കരയിനാണ് TD എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് എന്താണ്? ടോള കേട്ടോ. ടോള് ഡ്വാർഫ് എന്ന കേട്ടോ. TD. ടോളിന്റെ Tയും ഡ്വാർഫിന്റെ D. TD. ഓക്കെ.
സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? കുരുമുളകാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളകാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏലമാണ് കേട്ടോ. എന്താ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏലമാണ്. ഈ ഒരു പടം ഓർത്താൽ മതി. നോക്കിക്കേ, നല്ല രസമില്ല? കുരുമുളകും ഏലക്കയും കൂടെ കല്യാണം കഴിച്ച് നിൽക്കുന്നു. അപ്പൊ കുരുമുളകാണ് എന്തെന്ന് പറയുന്നത്? സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നമ്മുടെ ഏലമാണ്. ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കത്തില്ല. കുരുമുളക്, ഏലക്ക. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെല്ലിനം ഏതാണ്? കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെല്ലിനം ഏതാണ്? ഉമയാണ് കേട്ടോ. ഉമ. അതായത് ഈ സമ്മറിന്റെ ഒക്കെ സമയത്തുണ്ടല്ലോ, ഈ കൃഷിപ്പാടത്തേക്ക് കടൽ വെള്ളം കയറും. അതായത് കടൽ വെള്ളത്തെ നമ്മുടെ ഈ കടലിനേക്കാളും താഴ്ന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് കടലും കായലിനോടുള്ളതൊക്കെ ചേർന്ന് ഇതാകുമ്പോ അവിടെ ഉപ്പ് കയറും. അപ്പൊ ഈ ഉപ്പുള്ള ഈ സമയത്ത് തന്നെ ഉപ്പുവെള്ളത്തെ തന്നെ പ്രതിരോധിച്ച് വളരാൻ ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഉമ എന്ന് പറയുന്നത്. ഉമ. ഓക്കെ. ഉപ്പുവെള്ളമാണ്. ഒരുമാതിരിപ്പെട്ട വിളകളൊന്നും ഉപ്പുവെള്ളത്തിൽ എന്ത് ചെയ്യത്തില്ല? വളരത്തില്ല. ഉപ്പിന്റെ ആ ഒരു ഇതുണ്ട്. അപ്പൊ ഉപ്പുവെള്ളത്തെ പ്രതിരോധിച്ച് അവിടെ വളരാൻ അല്ലെങ്കിൽ എന്താ കാലിബർ ഇട്ടുള്ള ഒരു നെല്ലിനമാണ് എന്തെന്ന് പറയുന്നത്? ഉമ എന്ന് പറയുന്നത്. ഉമ. ഓക്കെ. ഇന്ത്യയിലെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ കോട്ടയമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. അടുത്ത ചോദ്യം, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജ്ഞി. നമ്മൾ മുമ്പേ ഓൾറെഡി പറഞ്ഞു. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏലമാണ്. ഏലം. ഓക്കെ. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിലപിടിപ്പുള്ള വൃക്ഷം ഏതാണ്? പെട്ടെന്ന് ഈട്ടി എന്ന് തോന്നും, പക്ഷെ തേക്കാണ് കേട്ടോ. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വിലപിടിപ്പുള്ള വൃക്ഷം ഏതാണ്? തേക്കാണ്. ഓക്കെ. ചന്ദനം, ഇതെല്ലാം വിലപിടിപ്പുള്ളതാണ്. ഈട്ടി, ചന്ദനം, തേക്ക് എല്ലാം വിലപിടിപ്പുള്ളതാണ്. എന്നാലും ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത് ഏതാണ്? തേക്കാണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ തേക്ക് തോട്ടം സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണെന്നറിയാമോ? നിലമ്പൂരാണ്. മലപ്പുറത്താണ് കേട്ടോ നിലമ്പൂര്. മലപ്പുറത്തിലെ നിലമ്പൂരാണ് എന്തെന്ന് പറയുന്നത്? ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ തേക്ക് തോട്ടം സ്ഥാപിച്ചിട്ടുള്ളത്. ഈ തേക്ക് തോട്ടം സ്ഥാപിച്ച ആ ഒരു കളക്ടറുടെ പേര് HV കൊണോലി എന്നാണ്. 1840 HV കൊണോലി എന്ന കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു തേക്ക് തോട്ടം അന്ന് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 1840 HV കൊണോലി എന്ന ആ ഒരു കളക്ടറുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്? ആദ്യത്തെ കൃത്രിമ തോട്ടം അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ. കേരളത്തിലെ പ്രകൃതിദത്തമായ ചന്ദന മരങ്ങൾ മാത്രം കാണപ്പെടുന്ന വനമേഖല ഏതാണെന്ന് അറിയാമോ? മറയൂറാണ്. മറയൂർ. അതായത് മറഞ്ഞിരുന്ന് ചന്ദനം പൂശുന്ന ഇടുക്കിക്കാരൻ ഓർത്താൽ മതി. മറഞ്ഞിരുന്ന് ചന്ദനം പൂശുന്ന ഇടുക്കിക്കാരൻ. അപ്പൊ മറഞ്ഞിരുന്ന് ചന്ദനം പൂശുന്ന ഇടുക്കിക്കാരൻ. അപ്പൊ മറഞ്ഞിരുന്നെന്നുള്ളത് മറയൂർ ഓർക്കാൻ. ചന്ദനം, അതായത് ചന്ദനം കാണപ്പെടുന്നത് ഇടുക്കി. മറയൂർ എവിടെയാണ്? ഇടുക്കിയാണെന്നോ? ഇടുക്കി. ഓക്കെ. അടുത്ത ചോദ്യം, വനങ്ങളിൽ നിന്നും ലഭിക്കുന്നതും ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ സർപ്പഗന്ധിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അതീവ സുപ്രധാനമായ ആൽക്കലോയിഡ് ഏതാണ്? റിസർപ്പിൻ ആണ്. റിസർപ്പിൻ. സർപ്പഗന്ധിയിൽ നിന്ന് എടുക്കുന്നത് സർപ്പിൻ. ഈ റിസർപ്പിൻ എന്ന് പറയുന്നത് BP-യുടെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് റിസർപ്പിൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. നമ്മളെ പാമ്പ് കടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ്? പെട്ടെന്ന് ടെൻഷൻ കയറും അല്ലെ? ടെൻഷൻ കയറും, BP കൂടും അല്ലെ? അപ്പൊ സർപ്പഗന്ധിയിൽ നിന്നുള്ളത് റിസർപ്പിൻ. ആ സർപ്പഗന്ധി അത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സർപ്പഗന്ധിയിൽ നിൽക്കുന്ന റിസർപ്പിൻ അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? BP-യുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യുനൈൻ എന്ന് പറയുന്നത്
സിങ്കോണ എന്ന് പറയുന്ന ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിങ്കോണ എന്ന ചെടിയുടെ മരത്തിന്റെ തൊലി, സിങ്കോണ എന്ന് കേട്ടിട്ടുണ്ടോ? സിങ്കോണ എന്ന് പറഞ്ഞ മരത്തിന്റെ തൊലിയിൽ നിന്ന് കിട്ടുന്ന ആൽക്കലോയിഡ് ആണ് ക്വിനൈൻ എന്ന് പറയുന്നത്. ഇത് മലേറിയ രോഗത്തിന്റെ ചികിത്സയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അതായത് സിംഹത്തിന്റെ മുകളിൽ ഈ ക്യൂൻ എന്ന് പറയുമ്പോഴത്തേക്കും രാജാവൊക്കെ രാജ്ഞിയൊക്കെ സിംഹത്തിന്റെ ഒക്കെ മുകളിൽ, അപ്പൊ സിംഹത്തിന്റെ മുകളിൽ ഇരിക്കുന്ന രാജ്ഞിയെ കൊതുക് കടിച്ചപ്പം കൊതുക് കടിച്ചു, അപ്പൊ മലേറിയ വന്നു. ചുമ ഓർത്തിരിക്കുക. ഓക്കെ, എന്താണ് സിംഹത്തിന്റെ മുകളിൽ ഇരിക്കുന്ന രാജ്ഞി. അപ്പൊ സിംഹത്തിന്റെ തൊലിയിൽ നിന്ന് കിട്ടുന്ന ക്വിനൈൻ എന്ന ആൽക്കലോയിഡ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? മലേറിയ രോഗത്തിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് കേരളത്തിൽ കാണപ്പെടുന്ന വനങ്ങളിൽ ഏറ്റവും ഉയർന്ന ജൈവ വൈവിധ്യമുള്ളതും അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതുമായ നിത്യഹരിത വനങ്ങൾ, എവർഗ്രീൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന പ്രദേശം ഏതാണ്? എവർഗ്രീൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പ്രധാന പ്രദേശം എന്ന് പറയുന്നത് സൈലന്റ് വാലി. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഏറ്റവും കൂടുതൽ എവർഗ്രീൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പ്രധാന പ്രദേശം ഏതാണ്? സൈലന്റ് വാലി. ഓക്കെ, തീരദേശ വനവിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതും കടലാക്രമണം തടയാൻ സഹായിക്കുന്നതുമായ കേരളത്തിലെ ഏറ്റവും ചെറിയ കണ്ടൽ വനമേഖല മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് മംഗളവനമാണ്. മംഗളവനം. അതായത് ലെങ്സ് ഓഫ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഒരു വനമാണ് ഈ മംഗളവനം. നമുക്കറിയാം ഈ തീരദേശങ്ങളിലൊക്കെ ഉള്ള കടലാക്രമണം തടയാനുള്ള ഭാഗത്തെ നമ്മൾ മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയും, കണ്ടൽ കാടുകൾ ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ള കാട്. അപ്പൊ ഇത് മംഗളവൻ ഏറ്റവും ചെറിയ കണ്ടൽ വനങ്ങളുള്ള വനമേഖല ഏതാണ്? മംഗളവനമാണ്. ഈ മംഗളവനത്തെ നമ്മൾ ലെങ്സ് ഓഫ് കൊച്ചി എന്നാണ് അറിയപ്പെടുന്നത്. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും പിന്നെ അത് എയറിനെയൊക്കെ എയർ പൊല്യൂഷൻ തടയുന്നു, എയറിനെ ക്ലീൻ ചെയ്യുന്നു, ഫ്രഷർ ആക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? നമ്മള് ലങ്സ് ഓഫ് കൊച്ചി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് വനസംരക്ഷണത്തിനായി വനംവകുപ്പിനൊപ്പം പ്രാദേശിക ജനവിഭാഗങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് കേരള സർക്കാർ വിജയകരമായി നടപ്പിലാക്കിയ സുപ്രധാന പദ്ധതിയാണ് പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെന്റ്, PF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനങ്ങളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ജനങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ജനങ്ങൾ പാർട്ടിസിപ്പൻസ് ആയെന്ന് മാത്രം ഓർത്താൽ മതി. അടുത്ത ചോദ്യം, ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതങ്ങളിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിലുള്ള വാതകം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അളവിലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കാർബൺ ഡൈ കൽക്കരി, പെട്രോളിയം ഒക്കെ കത്തുമ്പോൾ ഉണ്ടാവുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് ഗ്രീൻ ഹൗസ് വാതകമാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഹരിതഗൃഹവാതങ്ങൾ. ഓക്കെ, ഹരിതഗൃഹവാതങ്ങളുടെ അളവ് കുറച്ചുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് തടയാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോട്ടോകോൾ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഹരിയുടെ കോട്ടം എന്ന് ഓർത്താൽ മതി. അപ്പൊ ഹരിതഗൃഹവാതങ്ങള് ക്യോട്ടോ നോക്കാം, ക്യോട്ടോ പ്രോട്ടോകോൾ. അടുത്തത്, അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും ആഗോളതലത്തിൽ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനായി ഒപ്പുവെച്ച സുപ്രധാന അന്താരാഷ്ട്ര കരാറാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ മോൻ എന്ന് ഓർത്താൽ മതി. മോൺട്രിയൽ പ്രോട്ടോകോൾ ഇത് ഒപ്പിട്ടത് എന്നാന്നറിയാം 1987 സെപ്റ്റംബർ 16. ഓക്കെ, ഈ മോൺട്രിയൽ പ്രോട്ടോകോള് സൈൻ ചെയ്യുന്നത് 1987 സെപ്റ്റംബർ 16 അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 16 നമ്മൾ ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നു. സെപ്റ്റംബർ 16 എന്തായിട്ട് ആചരിക്കുന്നു? ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണ്? സെപ്റ്റംബർ 16. ഓക്കെ,
അന്തരീക്ഷത്തിലെ വായു മലിനീകരണത്തിന്റെ തോത്, പ്രത്യേകിച്ച് സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം അതീവ കൃത്യതയോടെ മുൻകൂട്ടി കാണിക്കുന്ന പ്രകൃതിദത്ത ജൈവ സൂചകങ്ങളെ പറയുന്ന പേരാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. എന്താണ് ലൈക്കൻസ്? ഈ വായു മലിനീകരണമേ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഈ ലൈക്കൻസ് ഒട്ടും വളരത്തില്ല. ഓക്കെ, അപ്പൊ ഈ വായു മലിനീകരണത്തിന്റെ തോത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ലൈക്കൻസിനെ സൂചകങ്ങളായിട്ട് നമുക്ക് ലൈക്കൻസിനെ യൂസ് ചെയ്യാം. കാരണം ലൈക്കൻസ് ഒരുപാട് വളരുവാണെങ്കിൽ അതിൻ്റെ അടുത്ത് അവിടെ വായു മലിനീകരണം കുറവാണ്. ഓക്കെ, അപ്പൊ അതെന്താണ് ലൈക്കനുകൾ. ഓക്കെ ആണല്ലോ. അടുത്തത്, കേരളത്തിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പ്ലാച്ചിമട സമരം ഭൂഗർഭ ജല ചൂഷണത്തിനെതിരെ ഏത് ആഗോള കമ്പനിക്കെതിരെയാണ് നടക്കുന്നത്? പ്ലാച്ചിമട, കൊക്കക്കോള കമ്പനി, എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്ലാച്ചിമട ഏതാണ്? കൊക്കക്കോള കമ്പനി. പിന്നെ ഇതിന് ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? വനിതാ നേതാവാണ് മൈലമ്മ എന്ന് പറയുന്നത്, അല്ലെ? മൈലമ്മ. ഇതിന് നേതൃത്വം നൽകിയ വനിതാ നേതാവാണ് അതെന്ന് പറയുന്നത് മൈലമ്മ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് കൂടി പായലുകൾ വൻതോതിൽ വളരുകയും വെള്ളത്തിലെ ഓക്സിജൻ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യുന്ന പ്രതിഭാസത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് യൂട്രോഫിക്കേഷൻ. അതുപോലെ തന്നെ യൂട്രോഫിക്കേഷന് കാരണമാകുന്നത് എന്തെന്ന് ചോദിക്കാറുണ്ട്. നൈട്രജനും ഫോസ്ഫറസും ആണ്. അതും തിരിച്ചും ചോദിക്കാറുണ്ട്. അപ്പം ഈ പരിസ്ഥിതിയുമായിട്ട്, നമ്മുടെ ബയോളജി തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആണ് ഈ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസിന്റെ അളവ് കൂടുന്നത് കാരണം പായൽ വളർന്നിട്ട് ഓക്സിജന്റെ അളവ് കുറയുന്നു. അതിൻ്റെ അകത്ത് ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു? എല്ലാം ചത്തൊടുങ്ങുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ. ഓക്കെ അല്ലേ? അടുത്തത്, പരിസ്ഥിതിക്ക് കടുത്ത നാശം വരുത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരസ്യമായി കത്തിക്കുമ്പോൾ വായുവിലേക്ക് പുറന്തള്ളപ്പെടുന്ന അതീവ മാരകമായ ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന വിഷവാതകം ഏത്? ഈ വിഷവാതകം പെട്ടെന്ന് നമ്മൾ കാർബൺ മോണോക്സൈഡ് ആണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, ഡയോക്സൈഡ് ആണ്. കാരണം പ്ലാസ്റ്റിക് കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു, അത് ശരീരത്തിന് കേടാന്ന് നമ്മൾ കൊച്ചിലോട്ടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാർബൺ മോണോക്സൈഡ് ഒരിക്കലും ക്യാൻസറിന് കാരണമാകുന്നില്ല. കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പോയിസൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നില്ല. ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവാതകമാണ് എന്തെന്ന് പറഞ്ഞാൽ ഡയോക്സിൻ എന്ന് പറയുന്നത്. ഇത് ഒത്തിരിയും പേർക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പ്ലാസ്റ്റിക് കത്തുന്നു, കാർബൺ മോണോക്സൈഡ് അല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളത് ശരിയാണ് കാർബൺ മോണോക്സൈഡ്, പക്ഷെ അത് ക്യാൻസറിന് കാരണമാകുന്നില്ല. ക്വസ്റ്റ്യന് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് ക്യാൻസറിന് കാരണമാകുന്ന ഏതാണ്? ഡയോക്സിൻ ആണ്. അടുത്തത്, കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കശുവണ്ടി തോട്ടങ്ങളിൽ വർഷങ്ങളോളം വ്യാപകമായി തളിച്ചത് വഴി വലിയ ജനിതക ആരോഗ്യ ദുരന്തം വിതച്ച മാരക കീടനാശിനി ഏതാണ്? എൻഡോസൾഫാൻ ആണ്. ഇത് അറിയാത്തതായിട്ട് ആരുമില്ല. ഏതാണ്? എൻഡോസൾഫാൻ. ഓക്കെ, അടുത്തത്, ഏത് അവയവം തകരാറിലാവുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? ഏത് അവയവം തകരാറിലാവുമ്പോഴാണ്? വൃക്ക, അല്ലെ? കാരണം നമ്മൾ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരളിലാണെന്ന് പറഞ്ഞു. എന്താണ്? അമിനോ ആസിഡിനെ യൂറിയാക്കി മാറ്റും. അപ്പൊ ഈ യൂറിനെ നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത് യൂറിനെ പുറന്തള്ളുന്ന ആരാ? വൃക്കയ. അപ്പം ഫിൽട്ടർ ചെയ്യുന്നത് ആരാ? വൃക്കയിലെ നെഫ്രോൺ ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഫിൽട്ടർ ചെയ്യുന്നത്. ഓക്കെ, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത്. അരിപ്പ ഫിൽട്ടർ ഏതാന്ന് ചോദിക്കാറുണ്ട്. അരിപ്പ എന്താണ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൃക്കയിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് നെഫ്രോൺ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഫിൽട്ടർ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഫിൽട്ടർ ചെയ്യുമ്പോഴത്തേക്കിന് ഈ വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് ചെയ്യും. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ വൃക്ക ചെയ്യുന്ന ജോലി നമ്മൾ കൃത്രിമമായിട്ട് അല്ലാതെ ചെയ്യുന്നതിന് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. ശരിക്കും അതെന്താ ചെയ്യുന്നത്? രക്തം ശുദ്ധീകരിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് പറഞ്ഞാൽ യൂറോക്രോം എന്നാണ്. ഇപ്പൊ യൂറിനെ നമ്മൾ യൂറോ എന്ന് പറയത്തില്ലേ? യൂറിൻ,
ക്രോമ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോമ എന്ന് പറഞ്ഞാല് കളർ എന്നർത്ഥം, നിറം എന്നർത്ഥം അല്ലെ. അപ്പൊ യൂറിന് നിറം നൽകുന്നത് യൂറോ ക്രോം എന്ന് ഓർക്കാം. യൂറിൻ എന്നുള്ളത് യൂറോ എന്ന് ഓർക്കാം, ക്രോമ എന്നുള്ളത് കളർ എന്ന് ഓർക്കാം. ഓക്കെ, അപ്പം യൂറിന് നിറം നൽകുന്ന, മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? യൂറോ ക്രോമയാണ്. യൂറോ ക്രോമ. നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്നതാണ് മെലാറ്റിൻ കേട്ടോ, മെലാറ്റിൻ. ഓക്കെ, യൂറോ ക്രോമും മെലാറ്റിൻ. ഓക്കെ, അടുത്ത ചോദ്യം. ലോകത്തിൽ ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം, ലോകത്തിൽ ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ്? വൃക്കയാണ്. ലോകത്തിൽ ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്കയാണ്. ഓക്കെ ഓക്കെ 1954 ഡിസംബർ 23 ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് കേട്ടോ. 1954 ഡിസംബർ 23. അതുപോലെ തന്നെ റൊണാൾഡ് ഹെറിക് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനാണ് ഈ വൃക്ക കൈമാറ്റം ചെയ്തത്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, വർഷം വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, അടുത്തത്. ശരീരത്തിൽ നിന്ന് താപനഷ്ടം ഉണ്ടാക്കുന്ന പ്രധാന അവയവം, അതും എന്താണ്? വൃക്കയാണ്. താപനഷ്ടം ഉണ്ടാക്കുന്ന പ്രധാന അവയവം ഏതാണ്? വൃക്കയാണ്. അടുത്തത്. ഹൃദയ ചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹൃദയ ചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? കാർഡിയോഗ്രാഫ് ആണ് അല്ലെ. ഓപ്ഷൻ സി. യെസ്, കാർഡിയോഗ്രാഫ് ആണ്. ഓപ്ഷൻ സി, കാർഡിയോഗ്രാഫ് ആണ് ഹൃദയ തെർമോമീറ്റർ എന്താ? തെർമോമീറ്റർ എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ അളക്കാൻ യൂസ് ചെയ്യുന്നതാണ്. സീസ്മോഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഭൂകമ്പം അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സീസ്മോഗ്രാഫ്. സ്റ്റെതസ്കോപ്പ് ഹൃദയമിടിപ്പ്. ഓക്കെ, തെർമോമീറ്റർ ടെമ്പറേച്ചർ, സീസ്മോഗ്രാഫ് ഭൂകമ്പം അളക്കാൻ വേണ്ടിയിട്ട്, കാർഡിയോഗ്രാഫ് ഹൃദയചലനങ്ങള്, സ്റ്റെതസ്കോപ്പ് ഹൃദയമിടിപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രായപൂർത്തിയായ ഒരാളിൽ ഒരു മിനിറ്റിൽ എത്ര തവണ ഹൃദയസ്പന്ദനം നടക്കും? ശരിക്കും 70 തൊട്ട് 72 വരെയാണ്. 70 to 72 വരെയാണ്. ഓക്കെ, 70. ഇനി നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസൈറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് കൂടാനും ഇതിൽ വേരിയേഷൻ വരാം. എന്നാൽ നോർമൽ ആയിട്ട് 70 തൊട്ട് 72-നുള്ളിലാണ് എന്ത്? പ്രായപൂർത്തിയായ ഒരാളില് ഒരു മിനിറ്റില് ഹൃദയസ്പന്ദനം നടക്കും. ഓക്കെ, ക്യാൻസർ ബാധിക്കാത്ത ശരീര അവയവം ഏതാണ്? ക്യാൻസർ ബാധിക്കാത്ത ശരീര അവയവം ഹൃദയമാണ്. അതായത് ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ? അനിയന്ത്രിതമായിട്ടുള്ള സെല്ലിന്റെ വളർച്ച അല്ലെ സെല്ലിന്റെ ഡിവിഷൻ നടക്കുന്നതിന് നമ്മൾ ക്യാൻസർ എന്ന് പറയും. നമ്മുടെ ഹൃദയം നമ്മൾ മെച്യൂർ ആയി കഴിഞ്ഞാൽ, ഒരു മുതിർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ സെൽ ഡിവിഷൻ നടക്കാറില്ല, അല്ലെങ്കിൽ കോശങ്ങൾ വിഭജിക്കാറോ വളരാറോ ഇല്ല. അതുകൊണ്ട് തന്നെ ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയമാണെന്ന് നമുക്ക് ഏറെക്കുറെയൊക്കെ പറയാൻ പറ്റും. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ രക്തം ശുദ്ധിയാക്കുന്ന അവയവം നമ്മൾ മുമ്പേ പറഞ്ഞു, രക്തം ശുദ്ധിയാക്കുന്നത് വൃക്കയാണ്. ഡയാലിസിസ് അല്ലെ, വൃക്ക എന്താണ് ചെയ്യുന്നത്? ആ രക്തം ശുദ്ധിയാക്കുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡയാലിസിസ് എന്ന് പറയും. അടുത്തത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്ര? നമ്മൾ എപ്പോഴും സാധാരണ പ്രഷർ പറയുമ്പോൾ 80/120 എന്നാ പറയുന്നത്. ഇതിൽ രണ്ട് തരം പ്രഷർ ഉണ്ട് ശരിക്കും. സിസ്റ്റോളിക് പ്രഷറും ഉണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ട്. എന്താണ്? സിസ്റ്റോളിക് പ്രഷറും ഉണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ട്. സിസ്റ്റോളിക് പ്രഷർ ആണ് 120. അതായത് നമ്മുടെ ഹൃദയം ഒന്ന് എന്താണ് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിൽ നിന്നുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഈ ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നു. ധമനികളിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷറാണ് എന്തെന്ന് പറയുന്നത്? സിസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുമ്പോൾ 120. ഇനി ഹൃദയം റിലാക്സ് ആകുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യുന്നു? റിലാക്സ് ആകുമ്പോൾ വീണ്ടും ബ്ലഡ് ഉള്ളിലേക്ക് കയറും. വികസിക്കുമ്പോൾ ബ്ലഡ് ഉള്ളിലേക്ക് കയറുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് എന്തെന്ന് പറയുന്നത്? ഡയസ്റ്റോളിക് പ്രഷർ അല്ലെങ്കിൽ 80 എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുമ്പോൾ 120യും ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 80. ഓക്കെ, അടുത്ത ചോദ്യം. ലോകത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആര്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് എന്ന് പറയുന്നത്. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ഇനി ഇന്ത്യയിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പി വേണുഗോപാലാണ്. ഇന്ത്യയിലാണെങ്കിൽ ആരാണ്? ഇന്ത്യയിലാണെങ്കിൽ ഡോക്ടർ പി വേണുഗോപാൽ. ഇനി ഈ ക്രിസ്ത്യൻ ബെർണാഡിന്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫിയാണ് വൺ ലൈഫ് എന്ന് പറയുന്നത്. എന്താണ്?
വൺ ലൈഫ് ആണ് എന്തെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്തെന്ന് പറയുന്നത്, വൺ ലൈഫ്. ഓക്കെ, അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡ് ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ വൺ ലൈഫ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാലാണ്. ഇനി ഈ ലോകത്തിൽ ഈ ക്രിസ്റ്റ്യൻ ബർണാഡ് ഇത് നടത്തിയ വർഷം എന്ന് പറയുന്നത് 1967 ഡിസംബർ 3 ഡിസംബർ 3 അല്ലേ? ഓക്കെ, 1967 ഡിസംബർ 3 ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കരളിലെ കോശങ്ങൾ തുടർച്ചയായി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ സിറോസിസ് ആണ്. സിറോസിസ് നിങ്ങൾക്കറിയാം, അമിതമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് അണുബാധ കാരണം കരളിലെ കോശങ്ങൾ നശിക്കുകയും അവിടെ സ്കാർ ടിഷ്യൂസ് വരികയും ചെയ്യുന്ന ഒരു രോഗമാണ് ഈ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിറോസിസ് ബാധിച്ച ആ കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗമാണ് സിറോസിസ് എന്ന് പറയുന്നത്. അപ്പം കരളിലെ കോശങ്ങൾ തുടർച്ചയായി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഏതാണ്? സിറോസിസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്താണ്? കരളിലാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. അതുപോലെ തന്നെ കരളിന്റെ ഭാരം ചോദിക്കാറുണ്ട്. 1500 ഗ്രാം ആണ്. 1.5 കിലോഗ്രാം അല്ലെങ്കിൽ 1500 ഗ്രാം ആണ്. അതുപോലെ തന്നെ യൂറിയ നിർമ്മാണം നമ്മൾ മുമ്പേ പറഞ്ഞു, അമിനോ ആസിഡിനെ യൂറിയ ആക്കുന്നത്, യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. അതുപോലെ തന്നെ കരളിൽ ഉണ്ടാവുന്ന ആ ഒരു ദഹനരസം അതായത് സെക്രിയേഷൻ, ദഹനത്തിന് സഹായിക്കുന്ന സെക്രിയേഷൻ നമ്മൾ പറയുന്നത് പിത്തരസം എന്നാണ്. പിത്തരസം. ഇനി ഈ പിത്തരസത്തിന് നിറം നൽകുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിത്തരസത്തിന് നിറം നൽകുന്നത് ബിലിറൂബിൻ ആണ്. ബിലിറൂബിൻ. അപ്പൊ നോക്കിക്കേ, മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരളിലാണ്. ഏറ്റവും വലിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. അതിന്റെ ഭാരം എന്ന് പറയുന്നത് 1500 ഗ്രാം ആണ്. അതിൽ ഉണ്ടാകുന്ന ദഹനരസം പിത്തരസമാണ്. അതിന് നിറം നൽകുന്ന ഏതാണ്? ബിലിറൂബിൻ ആണ്. ഇനി സ്റ്റഡി ഓഫ് ലിവർ, കരളിനെ പറ്റിയുള്ള സ്റ്റഡിയെ നമ്മൾ പറയുന്നത് ഹെപ്പറ്റോളജി എന്നാണ് കേട്ടോ. ഹെപ്പറ്റോളജി. ഓക്കെ, ഹെപ്പറ്റോളജി എന്നാണ് കരളിനെ പറ്റിയുള്ള പഠനത്തിൽ നമ്മൾ പറയുന്ന പേര്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്ലേഗ് പരത്തുന്ന ജീവി ഏത്? പ്ലേഗ് പരത്തുന്ന ജീവി എന്ന് പറയുന്നത് എലിച്ചെള്ളാണ്. എലിച്ചെള്ള, അത് എലിയുടെ ഒക്കെ ദേഹത്ത് കാണപ്പെടുന്ന ഒരു തരം ചെള്ളാണ് എലിച്ചെള്ള എന്ന് പറയുന്നത്. പ്ലേഗ് പരത്തുന്നത് ഏതാണ്? എലിച്ചെള്ളാണ് കേട്ടോ. എലിച്ചെള്ളാണ് പ്ലേഗ് പരത്തുന്നത്. യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലമാണ് ഈ പ്ലേഗ് രോഗം ഉണ്ടാകുന്നത്. യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്ലേഗ് രോഗം ഉണ്ടാകുന്നത്. ഈ എലിയിലൊക്കെ കാണപ്പെടുന്ന ചെള്ളാണ് ഈ പ്ലേഗ് രോഗം പരത്തുന്ന ജീവി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നതും ഈ പ്ലേഗ് ആണ് കേട്ടോ. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഏതാണ്? പ്ലേഗിനെയാണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. വൈറ്റ് പ്ലേഗ്, അതായത് ഈ ക്ഷയം വന്നവരുടെ മുഖമൊക്കെ വിളറി വെളുത്ത് ഇരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയമാണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. അടുത്ത ചോദ്യം, കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് തന്നെയാണ്? ക്ഷയം തന്നെയാണ്. കോളറ പരത്തുന്ന രോഗകാരി ഏതായിരുന്നു? കോളറ, വിബ്രിയോ കോളറ ആയിരുന്നു. മലേറിയ ഏതായിരുന്നു? മലേറിയ നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക്, പെണ്ണുങ്ങള് മലബാമിനെ പിടിച്ച് പ്ലാസ്റ്റിക് കവറിലിരുന്ന്. അതായത് പെൺ അനോഫിലസ് കൊതുക് അല്ലെ, പെൺ അനോഫിലസ് കൊതുക്. മലേറിയ പ്ലാസ്മോഡിയം ആയിരുന്നു. ഓക്കെ, കുഷ്ഠം എന്തുവായിരുന്നു? കുഷ്ഠം ഹാൻസസ് ഡിസീസ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഹാൻസസ് ഡിസീസ്, അതായത് ആ രോഗാണുവിനെ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരിനോട് ചേർത്താണ് ഹാൻസസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നത് റോബർട്ട് കോക്ക് എന്ന സയന്റിസ്റ്റ് ആണ് ഈ ക്ഷയത്തിന്റെ രോഗാണുവിനെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷയത്തിനെ കോക്ക് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ക്ഷയമാണ്. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്നത് ക്ഷയം. ഓക്കെ, അടുത്ത ചോദ്യം, BCG കുത്തിവെപ്പ് ഏത് രോഗത്തിനെ പ്രതിരോധിക്കാനാണ്? BCG കുത്തിവെപ്പ് ട്യൂബർകുലോസിസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പരത്തുന്ന രോഗകാരി എന്ന് പറയുന്നത് മൈക്രോ ബാക്ടീരിയം
ട്യൂബർക്കുലോസിസ്. ഓക്കെ, മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ട്യൂബർക്കുലോസിസ് പരത്തുന്നത്. കുഷ്ഠം എന്തായിരുന്നു? ഹാൻസസ് ഡിസീസ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരളിനെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. ഇത് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗവും വൈറസ് രോഗവും നമ്മളിങ്ങനെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും ഏതാണെന്ന്. ഇവിടെ വൈറസ് മൂലം ഉണ്ടാകുന്നത് വസൂരിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആ കോഡ് ഒന്ന് ചെന്ന് നോക്കുക. യൂട്യൂബിൽ കോഡ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ ഏതെങ്കിലും ഭാഗത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്, ഈ ക്ലാസ് എന്നല്ല, സയൻസിന്റെ ഏതെങ്കിലും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ ഏതെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. ഉറപ്പായിട്ട് ഞാൻ എന്തായാലും എന്റെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് മൊത്തം ഞാൻ വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എന്താണോ, നിങ്ങൾക്ക് ഏത് പോർഷൻ ആണോ വേണ്ടതെന്നുള്ളത് അതും എക്സാമിന് മുമ്പായിട്ട് ഞങ്ങൾ ഇടാൻ ശ്രമിക്കാം. ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പൊ ഏത് പോർഷനാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. ചുവന്ന രക്താണുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയാണ്. ചുവന്ന രക്താണുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? അനീമിയ, വിളർച്ചയാണ്. HB നിങ്ങൾക്കറിയാം, HB ഹീമോഗ്ലോബിന്റെ, HB രക്തത്തിന് ബ്ലഡ് റെഡ് കളർ തരുന്നത് HB ആണ്. HBയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഏതാണ്? അനീമിയാണ്. അപ്പൊ RBCയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഏതാണ്? അനീമിയ. ഓക്കെ, അടുത്ത ചോദ്യം. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ബി, ബെറിബെറി. ബി ഫോർ ബെറിബെറി എന്ന് ഓർത്താൽ മതി. ഓക്കെ, വിറ്റാമിൻ ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അയഡിൻ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു മൂലമാണ് അയഡിൻ. അപ്പൊ ഈ അയഡിൻ ഈ കുറവ് മൂലം എന്താണ്? ഈ തൈറോയ്ഡ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കാതെ വീർത്ത് ഉണ്ടാവുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. കണ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്. കാരണം വിറ്റാമിൻ ഡി. ബെറിബെറി എന്ന് പറയുന്നത് വിറ്റാമിൻ ബിയുടെ. വിറ്റാമിൻ സിയുടെ എന്തായിരുന്നു? സ്കർവി ആയിരുന്നു. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് സ്കർവി ആയിരുന്നു. ഓക്കെ, വിറ്റാമിൻ B3യുടെ ആയിരുന്നു പെലഗിര. ഓക്കെ, വിറ്റാമിൻ B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് പെലഗിര. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിൽ അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. ഇവിടെ വീർപ്പ് ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ജീവി ഏതാണ്? ഇത് ട്യൂബർക്കിൾ ബാസിലസ് എന്ന് ഇതിനെ പറയാറുണ്ട്. അതുപോലെ തന്നെ മൈക്രോബാക്ടീരിയം നിങ്ങൾ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് മാത്രം പറഞ്ഞു പോകരുത്. ട്യൂബർക്കിൾ ബാസിലസോട് ഓർത്തിരിക്കുക. കാരണം ക്ഷയരോഗത്തിന് കാരണമാകുന്ന ജീവിയെ നമ്മൾ ട്യൂബർക്കിൾ ബാക്ടീരിയം അല്ലെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്നാണ് പറയുന്നത്. ട്യൂബർക്കിൾ ബാസിലസ് അല്ലെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അടുത്തത്. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? പിള്ളവാതം, കോളറ, ജലദോഷം, വസൂരി. ഇതിൽ വസൂരി, ജലദോഷം, പിള്ളവാതം ഒന്നുമല്ല, കോളറയാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഈ ശരിക്കും ഈ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മനുഷ്യ ശരീരത്തെ രോഗങ്ങൾ, രോഗകാര്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റാമിൻസ്. മനുഷ്യ ശരീരത്തെ രോഗങ്ങൾ, വിറ്റാമിൻസ്, ഈ 3 ടോപ്പിക്ക് വിടുകയേ ചെയ്ത് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, റിപ്പീറ്റഡാ. അപ്പം ഈ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ കോഡ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ 2 തവണ, എനിക്ക് ഉറപ്പുണ്ട് 2 തവണ അല്ലെങ്കിൽ 3 തവണ ആ കോഡ് കണ്ടാൽ നിങ്ങൾ അത് പഠിക്കും. ഫുൾ ആ കോഡ് 2 തവണ അല്ലെങ്കിൽ 3 തവണ കണ്ട പിന്നെ നിങ്ങൾ അത് മറക്കത്തില്ല. ആ രീതിയിലുള്ള ഒരു കഥ പോലുള്ള ഒരു കോഡ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക, എന്നിട്ട് ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മന്ത് രോഗം പരത്തുന്നത് ഏത് ജീവിയാണ്? മന്ത് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൻകൊതുകാണ്. അതായത് പെൺകൊതുക് എന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഈ മന്തുള്ളവർക്ക് ക്യൂ നിൽക്കാൻ വലിയ പാടായിരിക്കും അല്ലെ? മന്തുള്ളവർക്ക് ക്യൂ നിൽക്കാൻ വലിയ പാടായിരിക്കും. അപ്പൊ മന്ത് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകാണ്. ക്യൂലെക്സ് പെൺകൊതുക്. ഓക്കെ, മന്ത് രോഗം ഉള്ളവർക്ക് ക്യൂ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മന്ത് രോഗത്തിന് ഇംഗ്ലീഷിൽ ഫൈലാരിയാസിസ് എന്നാ പറയുന്നത്. അപ്പൊ ഫൈലാരിയാസിസ് വിരകളാണ് ഇത് പരത്തുന്നത്. ഫൈലാരിയാസിസ് വിരകൾ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. ഈ ലിംഫ് വെസൽസ് ഉണ്ടല്ലോ, ലിംഫ് നാഡികളില് ഈ ഫൈലാരിയാസിസ് വിരകൾ വന്ന് അടിയുന്നതാണ് എന്ത് ഈ ഒരു ഇതിന് കാരണം, മന്ത് രോഗത്തിന് കാരണം. ഓക്കെ, അപ്പം ക്യൂലെക്സ് പെൺകൊതുകാണ് എന്ത് പരത്തുന്നത്? മന്ത് രോഗം പരത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം.
വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? നമുക്കറിയാം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. കണ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഗോയിറ്റർ അയഡിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ബെറി വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ ബി. ഓക്കെ, അടുത്തത് ക്ഷയരോഗത്തിനെതിരെയായ കുത്തിവെപ്പ് ഏതാണ്? ട്രിപ്പിൾ ആന്റിജന്, പെനിൻസിലിൻ, ആന്റിവെനം, BCG. ക്ഷയത്തിന് എതിരായിട്ടുള്ള കുത്തിവെപ്പ് എന്ന് പറയുന്നത് BCG ആണ്. BCG. ക്ഷയത്തിനെതിരായിട്ടുള്ള കുത്തിവെപ്പ് ഏതാണ്? BCG. BCG വാക്സിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഓക്കെ, BCG. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏത്? നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു മലമ്പനി. പ്ലാസ്റ്റിക് കവറിൽ എന്താണ് പെണ്ണുങ്ങള് പ്ലാസ്റ്റിക് കവറില് മലമ്പാമ്പിനെ എടുത്തിരുന്നത്. അപ്പൊ പ്ലാസ്മോഡിയം അല്ലെ, പ്ലാസ്മോഡിയം ആണ് എന്തെന്ന് പറയുന്നത് മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി എന്ന് പറയും. ഓക്കെ, ട്രിപ്പിൾ ആന്റിജൻ DPT. ഈ DPT കേൾക്കുമ്പോഴേ ഓർത്തോണം ഡിഫ്തീരിയ, പെർറ്റുസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ, പെർറ്റുസിസ്, ടെറ്റനസ്. ഓക്കെ, ഈ കുത്തിവെക്കുന്നത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ്? ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ പേര് തന്നെ ഉണ്ട്. നമ്മൾ പറഞ്ഞു DPT, ഡിഫ്തീരിയ, പെർറ്റുസിസ്, ടെറ്റനസ് എന്നല്ലേ. ഈ ഡിഫ്തീരിയ നമ്മൾ പറയുന്നത് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. അപ്പം ഈ പെർറ്റുസിസിനെ നമ്മൾ പറയുന്നത് വില്ലൻ ചുമ. അപ്പൊ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഓപ്ഷൻ സി. അപ്പൊ ഡിഫ്തീരിയ തൊണ്ടയിൽ ബാധിക്കുന്ന ഒരു രോഗം ആയതുകൊണ്ട് തന്നെ ഇതിനെ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡിഫ്തീരിയ ആണ്. വില്ലൻ ചുമ ഉണ്ട് പ്ലസ് ടെറ്റനസ്. ഓക്കെ, ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരത്തിന്റെ ഏത് ഭാഗത്തിനെയാണ്? ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് എവിടെയാണ്? കുടലിനെയാണ്. കുടലിനെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത് കേട്ടോ. AB ഗ്രൂപ്പിന് മാത്രം നൽകാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ABക്ക് നൽകാൻ പറ്റുന്ന രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് AB തന്നെ. AB എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് തന്നെ ABക്ക് ആരുടെ കയ്യിൽ നിന്ന് വേണേലും വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എന്താണ് ABക്ക് കൊടുക്കാൻ പറ്റുന്നത് ABക്ക് മാത്രമായിരിക്കും. ABക്ക് ആരുടെ കയ്യിൽ നിന്ന് വേണേലും സ്വീകരിക്കാൻ പറ്റും, പക്ഷെ കൊടുക്കാൻ പറ്റുന്നത് ABക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ O ആണെങ്കിൽ ആർക്ക് വേണേലും Oയ്ക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ Oയ്ക്ക് വാങ്ങിക്കാൻ Oയിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ O ബ്ലഡ് ഉള്ള ഒരാൾക്ക് O ഗ്രൂപ്പ് ബ്ലഡ് വേണമെങ്കിൽ O തന്നെ ആള് വേണം. പക്ഷെ ബാക്കി എല്ലാ ഗ്രൂപ്പുകാർക്കും O ചേരും. പക്ഷെ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ചേരാത്ത എടുക്കാറില്ല. എന്നാൽ ഞാൻ പറയുക. ഓക്കെ, അപ്പൊ AB ഗ്രൂപ്പിന് മാത്രം നൽകാവുന്ന രക്തഗ്രൂപ്പ് AB തന്നെയാണ്. ഓക്കെ, അപ്പൊ O ഗ്രൂപ്പിന് വാങ്ങിക്കാവുന്ന രക്തഗ്രൂപ്പ് O തന്നെയാണ്. അപ്പൊ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് ABയും യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് Oയും ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് ABയും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ആരാണ്? Oയും ആണ്. ഓക്കെ, അടുത്തത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഡോണർ Oയും. ഓക്കെ, ഇവിടുത്തെ ഇതും പോയല്ലോ AB. ഓക്കെ, മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് എന്തിനെയാണ്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ തലച്ചോറിനെയും സുഷമനെയും കൂടെ കവർ ചെയ്യുന്ന ആവരണത്തെ നമ്മൾ പറയുന്നത് മെനിഞ്ചസ് എന്ന്. ഓക്കെ, അപ്പൊ തലച്ചോറിനെ അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന രോഗത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. എന്തെന്ന്? തലച്ചോറിനെ പൊതിയുന്ന ആവരണമാണ് എന്തെന്ന് പറയുന്നത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് ഓക്കെ, അടുത്തത് ന്യൂമോണിയ ബാധിക്കുന്നത് ഏതവസ്ഥയാണ്? നമുക്കറിയാം ന്യൂമോണിയ ബാധിക്കുന്ന അവയവത്തെ ഏത് അവയവത്തെയാണ്? ശ്വാസകോശത്തെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന ഡിഫ്തീരിയ ആയിരുന്നേ. ഓക്കെ, തലച്ചോറിനെ കവർ ചെയ്യുന്നത് മെനിഞ്ചസ് ആയിരുന്നു. മെനിഞ്ചസ്.
രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഹൃദയത്തെ പൊതിയുന്നത് പെരികാർഡിയമാണ്. പെരികാർഡിയം. ഓക്കെ. അടുത്ത ചോദ്യം, അമിത മദ്യപാനം നിമിത്തമുണ്ടാകുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ആർത്രൈറ്റിസ്, സിറോസിസ്, ഡിഫ്തീരിയ, അനീമിയ. പേരിൽ തന്നെ ഉണ്ട്, സിറോസിസ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, കരളിൽ ഉണ്ടാകുന്ന അജീർണിച്ച അവസ്ഥ, മദ്യപാനം മൂലം കരളിൽ ജീർണിച്ച കോശങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അമിത മദ്യപാനം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ലിവർ സിറോസിസ് ആണ്. കരളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ലിവർ സിറോസിസ് ആണ്. ടെറ്റനസ് എന്ന രോഗത്തിന് കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണമെങ്കിലും എഴുതാം. ക്ഷയം എന്ന രോഗത്തിന്റെ വാക്സിൻ ആയിരുന്നു BCG. ടെറ്റനസ് എന്ന രോഗത്തിന് കാരണം ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഡിഫ്തീരിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ടയാണ്. നമ്മൾ പറയുന്നത് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഡിഫ്തീരിയ ആയിരുന്നു. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയ ആണ്. തൊണ്ടയെ ബാധിക്കുന്നത് ഏതാണ്? ഡിഫ്തീരിയ. ജീവകം ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് വന്ധ്യതയാണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ഓക്കെ. ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓക്കെ, ടോക്കോഫെറോൾ. ഓക്കെ. അടുത്ത ചോദ്യം, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗത്തിന് പറയുന്ന പേരാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതായത് ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. എന്നാൽ രക്തം കട്ട പിടിക്കാതെ എന്താവുന്നു? രക്തം വാർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വാർന്നു മരിക്കുന്ന ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. വിശപ്പിന്റെ രോഗം, ഒരു മിനിറ്റ്. ഓക്കെ. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? മരാസ്മസ്. ആർത്രൈറ്റിസ് ഡാഷിനെ ബാധിക്കുന്ന രോഗമാണ്. സന്ധികളെ ബാധിക്കുന്ന രോഗത്തിനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്. ആർത്രൈറ്റിസ്, സന്ധികളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ആർത്രൈറ്റിസ്. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്. സന്ധികളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ആർത്രൈറ്റിസ്. എക്സിമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ. അതുപോലെ തന്നെ ഡെർമറ്റൈറ്റിസ് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അറിയാം. ഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പൊ ഡെർമറ്റൈറ്റിസ് ത്വക്കാണെന്ന് ഓർക്കും. അപ്പൊ എക്സിമയും ഡെർമറ്റൈറ്റിസും മനുഷ്യ ശരീരത്തിലെ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്, സ്കിന്നിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ട്രക്കമോ അല്ല, ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ ഒരു ഡാഷ് രോഗമാണ്. ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു ത്വക്കല്ല, നേത്ര രോഗമാണ് കേട്ടോ. അതായത് നമ്മുടെ കണ്ണില് മർദ്ദം കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഈ ഗ്ലോക്കോമോ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോക്കോമോ. അപ്പൊ ഗ്ലോക്കോമോ എന്ന് പറയുന്നത് എന്താണ്? ഒരു നേത്ര രോഗമാണ്. ഗ്ലോക്കോമോ എന്ന് പറയുന്ന ഒരു നേത്ര രോഗമാണ്. താഴെ പറയുന്നവയിൽ ജലജന്യ രോഗം ഏത്? ക്യാൻസർ, ഇൻഫ്ലുവൻസ, ഡയബറ്റീസ്, വൈറൽ. ഇൻഫ്ലുവൻസ എല്ലാവർക്കും ജലം വഴി ആണോന്ന് തോന്നും, പക്ഷെ വയറിളക്കമാണ് കേട്ടോ. വയറിളക്കമാണ് ജലജന്യ രോഗം. ജലം വഴി പകരുന്ന രോഗം ഏതാണ്? വയറിളക്കം. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏതാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ബാക്ടീരിയ വൈറസ് കോഡുകൾ ഒന്ന് ജസ്റ്റ് കയറി കാണുക. അതിപ്പോ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ബാക്ടീരിയ കാരണമാകാത്ത രോഗം എന്ന് പറയുന്നത് ഇവിടെ ഇൻഫ്ലുവൻസ ആണ്. ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏതാണ്? ഇൻഫ്ലുവൻസ. ബാക്കിയെല്ലാം ഈ ഡിഫ്തീരിയ, പ്ലേഗ്, ന്യൂമോണിയ എല്ലാം ബാക്ടീരിയ പരത്തുന്നതാണ്. ഇൻഫ്ലുവൻസ ഒരു വൈറസ് രോഗമാണ്. ഇൻഫ്ലുവൻസ ബാക്ടീരിയ പരത്താറില്ല. ഓക്കെ. ഫ്ലൂ വാക്സിൻ നമ്മൾ എടുക്കത്തില്ല. കൂടെ വൈറൽ പനിയൊക്കെ വരുമ്പോഴത്തേക്കിന് H1N1 അതുപോലെ ഫ്ലൂ വാക്സിൻ ഒക്കെ എടുക്കത്തില്ല. പ്രതിരോധ കുത്തിവെപ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം ഏതാണ്? സ്മോൾ പോക്സ് ആണ് കേട്ടോ. ലോകത്തിന് മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെട്ടു ഈ സ്മോൾ പോക്സ്. ഓക്കെ, സ്മോൾ പോക്സ് ആണ്. പ്രതിരോധ വാക്സിനിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം ഏതാണ്? സ്മോൾ പോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ,
സാർസ് രോഗം നേരിട്ട് ബാധിക്കുന്ന അവയവം ഏത്? സാർസ് നമ്മൾ പറഞ്ഞാണ്, സാർസിന്റെ ഫുൾ ഫോം എവിടെയായിരുന്നു, എന്തുവായിരുന്നു, എന്തായിരുന്നു? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞായിരുന്നു സാർസ് എന്ന് പറയുന്നത്. അപ്പൊ സാർസ് എവിടെയാണ്? ശ്വാസകോശവും ശ്വാസനാളത്തിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിക്കാതിരിക്കാനാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സാർസ് എന്നാൽ എന്താണ്? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിസ്റ്റം അല്ല, സിൻഡ്രവ, സോറി പോട്ടെ. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം, ഓപ്ഷൻ ഡി ആണ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. ഓക്കെ, അടുത്ത ചോദ്യം. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു എന്ന് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് എലിപ്പനി അറിയപ്പെടുന്നത്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഓക്കെ, ലെപ്റ്റോസ്പൈറ. ഓക്കെ, അടുത്ത ചോദ്യം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹാൻസൻസ് മുമ്പേ പറഞ്ഞത് കുഷ്ഠം വന്നിട്ട് നമ്മുടെ എന്താണ് ആ ഒരു സൗന്ദര്യം എല്ലാം നഷ്ടപ്പെടും, ഹാൻസം നഷ്ടപ്പെടും. അതുകൊണ്ട് കുഷ്ഠത്തെ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ഹാൻസൻസ് രോഗം എന്നാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഒരു പാരമ്പര്യ രോഗം ഏത്? നമുക്കറിയാം, അനീമിയ, നെഫ്രൈറ്റിസ്, ഡയബറ്റീസ്, നിശാന്തത ഒന്നും പാരമ്പര്യമായിട്ട് വരത്തില്ല. പാരമ്പര്യമായിട്ട് വരുന്ന രോഗം ഏതാണ്? ഡയബറ്റീസ് ആണ്. അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മക്കൾക്കും ഡയബറ്റീസ് വന്നിട്ടില്ലേ? ഓക്കെ, ശ്വേതരക്താണുക്കളുടെ പ്രധാന ചുമതല എന്താണ്? രോഗപ്രതിരോധ ശേഷി നൽകുക അല്ലെ? ശ്വേതരക്താണുക്കളുടെ പ്രധാന ജോലി എന്താണ്? രോഗപ്രതിരോധ ശേഷി നൽകുക. വിറ്റാമിനുകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതാണ്? തെറ്റായവയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായവ ഏതാണ്? ഓക്കെ, 1. വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അടയ്ക്കയ്ക്ക് കൊഴുപ്പുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല, അടയ്ക്കയ്ക്ക് കൊഴുപ്പുണ്ട്. അപ്പൊ എ, ഡി, ഇ, കെ എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, ശരിയാണ്. വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്, അതെ ശരിയാണ്. അടയ്ക്കയ്ക്ക് കൊഴുപ്പുണ്ട്, എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, ബി, സി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം കുട്ടികൾ റിക്കറ്റ്സ് ഉണ്ടാകുന്നു, അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി, റിക്കറ്റ്സ് ഉണ്ടാകുന്നത് എന്ത് മൂലമാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് സ്കർവിയാണ് അല്ലെ? എന്താണ്? സ്കർവി. ഓക്കെ, മനുഷ്യന്റെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാം. കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പ്രകാശഗ്രാഹികളായ കോശങ്ങൾ അടങ്ങിയ പാളിയാണ് റെറ്റിന എന്ന് പറയുന്നത്, ശരിയാണ്. കണ്ണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ പ്രകാശം വന്ന് വീണ് നമുക്ക് കാഴ്ച ഉളവാക്കുന്ന ഒരു ഭാഗമാണ് റെറ്റിന. നാക്കിൽ രുചി അറിയാൻ സഹായിക്കുന്ന മുകുളങ്ങളാണ് ടേസ്റ്റ് ബഡ്സ്, ശരിയാണ്. ടേസ്റ്റ് ബഡ്സ് നാക്കില് ഇത് ഈ ചെവി, നാക്കിനെ ഒക്കെ പറ്റിയിട്ട് ഒരു ഫുൾ വീഡിയോ SCRT വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കയറി കാണുക, ആർക്കെങ്കിലും അറിയാത്തുണ്ട്. ചെവി, നാവ്, സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗങ്ങൾ ആന്തരിക കർണത്തിലാണ്, ശരിയാണ്. ഇയറിനെയൊക്കെ പറ്റി ഇയറിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇയർ അതായത് ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഫംഗ്ഷൻസ് SCRT ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചോദിക്കാം. ഇപ്പൊ നോക്കിയ ശരീരത്തിലെ സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചില്ലേ? അപ്പൊ അതെന്താണ്? ഇന്നർ ഇയർ ആണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ കറക്റ്റ്, എല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് റാപ്പിഡ് ഫയർ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് റാപ്പിഡ് ഫയർ ആയിട്ട് വേണോ ഡീറ്റെയിൽഡ് വീഡിയോ വേണോന്ന്. ഇപ്പൊ ഞാൻ ബയോളജി റാപ്പിഡ് ഫയർ ഒരു സെക്ഷൻ എടുത്ത് നോക്കിയതാണ്. ഇനി ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് റാപ്പിഡ് ഫയർ വേണോ അതോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അതായത് ടോപ്പിക് വൈസ് വീഡിയോ വേണോ, എന്തോ വേണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി ബയോളജിയുടെ ഏതെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും കമന്റ് ചെയ്യുക. കമന്റ് നമ്മൾ നോക്കും, അത് പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. നല്ലപോലെ എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.